ഇനി ചോതി നക്ഷത്രക്കാർക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെക്കുറിച്ച് നോക്കാം നമുക്ക്. ചോതി പ്രധാനമായിട്ടും പല്ലുകളാണ്. രവിക്ക് ഒട്ടും ബലമില്ലാത്ത ഒരു നക്ഷത്രമാണ്. ജാതകത്തിൽ രവി വന്ന് ഈ ചോതിയിലെങ്ങാണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പല്ലിനൊരു പ്രശ്നം ഉറപ്പായിട്ടുണ്ട്. പ്രത്യേകിച്ച് മേളത്തെ ദന്തനിരയ്ക്ക് ഉറപ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ അനങ്ങാത്ത ജോയിൻ ഭാഗങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഈ ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ ജോയിൻസ് ആണ് കൂടുതലും അനങ്ങുന്നത്. ഇങ്ങനെ അനങ്ങുന്നത്, ഇപ്പോൾ വിരലുകൾ അനങ്ങും, പക്ഷെ അനങ്ങാത്ത ഭാഗങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഇത് നമ്മുടെ ഈ ഏരിയ, ഇത്ര ഏരിയ അനങ്ങത്തില്ല. ആ അനങ്ങാത്ത ഭാഗങ്ങളിലോ മേളത്തെ ദന്തനിരയ്ക്കോ ഉറപ്പായിട്ടും ബുദ്ധിമുട്ടുകൾ വരും എന്നുള്ളതാണ് അത്. അതുപോലെ തന്നെ ദന്തരോഗങ്ങൾ, കിഡ്നിയിലെ രോഗങ്ങൾ, മൂത്രനാളത്തിലെ രോഗങ്ങൾ, അപ്പൻഡിസൈറ്റിസ്, കുഷ്ഠം, കരിങ്കുഷ്ഠം, മറ്റു ത്വക്ക് രോഗങ്ങൾ, പലതരത്തിലുള്ള ശാരീരിക ക്ലേശങ്ങൾ, ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് നിമിത്തമുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഉദര രോഗങ്ങൾ, സ്ട്രെസ്സ് കൊണ്ടുണ്ടാകുന്ന IBS പോലുള്ള പ്രശ്നങ്ങൾ, ഗട്ട് ഹെൽത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ചോതി നക്ഷത്രക്കാർക്ക് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ കവർ ചെയ്യാം? ഏത് ക്ഷേത്രങ്ങളിലാണ് പോകേണ്ടത്? പറഞ്ഞു തന്നാൽ പോകുന്നൊന്നും അറിയില്ല. ഒരുപാട് പരിഹാരങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്രശ്നങ്ങളൊക്കെ വരുമോ, എങ്കിൽ ഇതെന്താ ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് പരിഹാരം പറയും. പക്ഷെ പരിഹാരം പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഗ്യാസ് പോവാം, നാളെ ആവട്ടെ എന്നുള്ളൊരു തോന്നൽ വരും. അങ്ങനെയല്ല, പരിഹാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ ആ ഒരു എനർജിക്കെതിരെ, അതായത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഡെപ്റ്റിനെതിരെ, നല്ല ഒരു ദുഷ്കർമ്മങ്ങൾ നമ്മൾ അനുഭവിക്കാനുള്ള യോഗത്തിനെതിരെ നമ്മൾ നീന്താൻ തുടങ്ങുമ്പോൾ തന്നെ കർമ്മക്ഷയം ആരംഭിച്ചു എന്നുള്ളതാണ്. അത് തന്നെ ഒരു തപസ്സാണ്. അപ്പം ദയവായിട്ട് ഈ ക്ഷേത്രങ്ങളിൽ പോവുക.